ഇച്ചിരി അനന്ന വെള്ളം കുടിച്ചാട്ടെ അപ്പച്ച. അപ്പച്ച, ഇന്ന് ഞായറാഴ്ച അല്ലയോ? എനിക്കൊന്ന് പള്ളിയിൽ പോണം. ഒത്തിരി നാളായി. പോയച്ചു വരട്ടോ. അപ്പച്ച, എന്തുവാ? നോവുണ്ടോ? എന്തുവാ? എന്തോ പറ്റി? എന്നാ പെണ്ണെ മതി. ഞാൻ പോയേച്ചും വരട്ടോ. എല്ലാരും പോയി, നീയും പോവാന്നോ? പള്ളി പോവല്ലയോ അപ്പച്ച? അപ്പച്ചനുള്ള കഞ്ഞിയെ വിളമ്പി വെച്ചേക്കുവാ. കുടിക്കാൻ തോന്നുമ്പോഴ് പൊടിപ്പണിനെ ഒന്ന് വിളിച്ചാ മതി. പൊടിപ്പെണ്ണില്ലോടി അപ്പുറത്ത്? ഉണ്ട്, അതാ പറഞ്ഞേ. എനിക്ക് ഇച്ചിരി കൂടെ കിടക്കണം പെണ്ണെ. നേരെ ഉറങ്ങിയില്ല. അവളുടെ അതരം തേൻ പൊഴിക്കുന്നു. അവളുടെ മൊഴികൾ തൈലത്തേക്കാൾ സ്നിഗ്ധമാണ്. എന്നാൽ ഒടുവിൽ അവൾ കാഞ്ഞിരം പോലെ കയ്പുള്ളവളും ഇരുതലവാൾ പോലെ മൂർച്ചയുള്ളവളുമായിരിക്കും. അവളുടെ പാദങ്ങൾ മരണത്തിലേക്കിറങ്ങുന്നു. അവൾ ജീവന്റെ വഴി ശ്രദ്ധിക്കാതെ എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞു തിരിയുന്നു. അവളിൽ നിന്ന് അകന്നു മാറുവിൻ. മോഷ്ടിച്ച ജലം മധുരവും രഹസ്യത്തിൽ തിന്ന അപ്പം രുചികരവുമാണ്. എന്നാൽ അവിടെ മരണം പതിയിരിക്കുന്നുവെന്നും അവളുടെ അതിഥികൾ പാതാളഗർത്തത്തിലാണെന്നും അവൻ അറിയുന്നില്ല. നീ നിന്റെ കിണറ്റിൽ നിന്നും നിന്റെ ഉറവയിൽ നിന്നും മാത്രമേ വെള്ളം കുടിക്കാവൂ. നിന്റെ ഉറവകൾ അന്യർക്കു വേണ്ടിയാവാതെ നിനക്ക് വേണ്ടി മാത്രമായിരിക്കട്ടെ. ഞാൻ നോക്കട്ടെ. വാ പതിയെ. ആ കോളാന്ന് പറ. ഇടമലയാറ്റ് ചന്തയില് കോള് വരുമ്പോഴ് ഇയാക്കാ മെച്ചം അല്ലയോടോ?
ഇന്ന് എത്രാമത്തെയാ? ഓ എന്തവാ അല്ലേ കോളെന്ന് പറഞ്ഞ മാസത്തിൽ 2 ദിവസത്തെ കോള് തന്നെയല്ലയോ? അതും നാവിക്കും പുറത്തും വായു കൊടുത്ത് ഊന്നിയച്ചു വല്ലയോ 2 ചക്രവും കൊണ്ട് കുടി പോന്നെ. ആന്ന് ഇയാൾക്ക് വൈകുന്നേരം കുടി പോകുമ്പോഴ് എന്തുവേലും കൈ കാണുമല്ലോ. നമ്മൾ അന്തിക്ക് വരെ വായെ നോക്കിയിരുന്ന് വിളിച്ചു പോയാലും കയ്യെ വെക്കാൻ കാണത്തില്ല. നേരാ പറയുന്നേ. പണ്ടത്തെ കൂട്ട് മെച്ചമില്ലടോ. ഇനിയും പരിമലയും കൂടി ഒന്ന് പോയി നോക്കണം, അല്ലേ നിന്ന് പോകത്തില്ലേ? അല്ലേ ഇയാൾ എന്തോ നോക്കി നിൽക്കുവാ? നമുക്ക് പോവാന്നേ. ഉള്ള നേരത്തെ വല്ലതും കൈ തട്ടുമെന്ന് നോക്കണേ. ആ ആണ്ടേ കുഞ്ഞനാപ്പിളയും കൂടെ വരാനുണ്ട്. കുഞ്ഞാനാച്ചോ വരുന്നേ, വാ. ആണ്ട നേരം പോന്നേ. അല്ലേ ഞാൻ അറിഞ്ഞോ പോവാൻ നിൽക്കുവാന്ന്. കാളെ ഉള്ളോണ്ട് കൊടുക്കാൻ കയറാന്ന് പറഞ്ഞ് നിന്നേല്ലയോ. ബാ 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 മണിയാ ബാ. കുഞ്ഞേനാപ്പിളെ കന്നിനെ കൊടുക്കാൻ പോവാന്നോ? അല്ലേ കയ്യെ കൂട്ടിപ്പിടിച്ചേക്കുന്ന കണ്ടില്ലയോ? കന്നിനെ വാങ്ങാനാന്നേ ഇതിനെ കൊണ്ട് പോണോ? ബാ 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 ഇവിടെ. ബാ ബാ ആ ഇങ്ങോട്ട്. ബാ ബാ കൊച്ചൂട്ടാ ഈ സഞ്ചി ഒന്ന് പിടിച്ചേ. ആ ഇനി എന്നാണ്ടോട്ടെ. വാ വാ ഇവിടെ. കിഴക്കങ്ങാണ്ട് മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എന്റെ ഇടയാറ്റുമല ഭഗവതി ചതിച്ചോ? ചന്തേ മഴയാന്നേ കഴിഞ്ഞ ദിവസത്തെ കൂട്ടാവേ. ഹാ വടക്കോട്ട് വലിച്ചു പിടി മാപ്പിളെ. തെക്ക് അടിയൊഴുക്ക അവത്തുങ്ങൾക്ക് നില കാണത്തില്ല. വാ ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. വാ വാ. കുഞ്ഞിനാപ്പിളെ കന്നിനെ വലിച്ചു പിടിച്ചോണ്ടാട്ടെ. പടിഞ്ഞാറ് നിന്നുള്ള ഒഴുക്ക് ഇച്ചരെ കുഴപ്പമാ. കണ്ടു നിൽക്കുമ്പോഴത്തേക്ക് വെള്ളം കയറി ഇങ്ങ് കൊള്ളുക. കയ്യെ നിൽക്കത്തില്ല അതാ. അല്ലേ കുഞ്ഞുഞ്ഞേ അറിയാൻ വയ്യാത്തയാണോ ഈ പുഴ? ആയ കാലത്ത് ഈ വെള്ളത്തിൽ തണ്ടുവലിച്ചതിന്റെ കണക്ക് എണ്ണിപ്പറയാൻ പറ്റുവോടൂ. പഴണപ്പൂവും മുളകും കൊണ്ട് ഒരു കെട്ടുവള്ളത്തേല് കിഴക്ക് തലച്ചറ മുതല് അങ്ങ് പടിഞ്ഞാറ് നല്ലൂക്കര വരെ ദിവസം 2 നേരം ഊന്നിയതാ. വേനൽക്കാലത്ത് കന്നിനെ നടത്തിച്ചേച്ച് അക്കരയിക്കര കടന്നിട്ടുമുണ്ട്. അതൊരു കാലം അല്ലയോടോ കുഞ്ഞനാപ്പിളെ. ഇടമലയായിട്ട് ചന്തയ്ക്ക് പോകാൻ തുടങ്ങിയേ ഞാൻ എൻ്റെ അപ്പൻ്റെ കൂടാ. അന്നൊക്കെ എനിക്ക് 10 തികച്ച് കാണത്തില്ല. ഇപ്പൊ വയസ്സ് 40 ആയേ. ഇത്രയും കാലം ഈ പുഴ മുറിച്ചാ പോയെ. പക്ഷേ കൊച്ചുട്ടാ ഞാൻ നേരാ പറയുന്നേ. ഇന്നും കടവത്ത് വന്ന് വള്ളത്തിൽ കയറുമ്പോൾ മാറത്ത് കൈവച്ച് ഇടയാറ്റുമല ഭഗവതി എന്നൊരു വിളി വിളിക്കും. എന്താവാന്നോ? എനിക്കറിയാം ഈ പുഴയുടെ കഥ. കുഴപ്പം പിടിച്ച കഥയേ ഉള്ളൂ ഇതിന്. അല്ലേ ഇയാൾക്ക് എന്തോ ആണ്? പേടിച്ചും പതുങ്ങി നിന്ന ജീവിതത്തിൽ വല്ലതും നടക്കൂ? ഏറ്റവും ഉള്ളപ്പോഴ് ഈ പുഴയെ ചാടി നീന്തിയിട്ടുണ്ട് ഞാൻ. വന്നാ വന്ന്, ഇല്ലേ ഇല്ല. അല്ലേ തിരിച്ച് എന്നേക്കാമെന്ന് പെമ്പിളയോട് പറഞ്ഞേച്ചു അല്ല ഞാൻ കുടിയിന്നിറങ്ങി. കുഞ്ഞനായെ ചിരിക്കല്ലേ. ഇന്നിപ്പോഴും മാസം 3 ആയി കാണത്തുള്ളൂ. മാതേക്കാട് തെക്ക് കുമാരമൂപ്പരുടെ വള്ളം ചരിഞ്ഞ് കൊല്ലപ്പള്ളിയിലെ 2 മല്ലന്മാര് വെള്ളം കുടിച്ചാത്ത ഓർമ്മയുണ്ടോ? ഇരട്ടച്ചുഴി ആയിരുന്നെന്നാ പറയുന്നത്. കൊച്ചൂട്ടോ അയാളുടെ വായ വല്ല പഴുതുണിയും കുത്തി കയറ്റിയേ വള്ളപ്പടിയെ കാലെടുത്ത് വെച്ചാ തുടങ്ങും. ഒടുക്കത്തെ ന്യായം. ഇയാൾക്ക് വേറൊന്നും വരത്തില്ലയോ നാവേ? എരടക്കേട് വിളിച്ചു കൂവാതറോ. അതെ അതെ. കുഞ്ഞിനാപ്പിളെ കണ്ണിനെ ഇനി ഇച്ചിരി വടക്കോട്ട് മാറ്റി പിടിച്ചോണ്ടാട്ടെ. തെക്ക് കയവാ. കുഞ്ഞിനാപ്പിളെ, ആഞ്ഞു പിടിച്ചോണ്ടാട്ടെ. വള്ളം വല്ലാണ്ട് ഉലയുന്നുണ്ട്. കുഞ്ഞിനാപ്പിളെ, പിടിച്ചേ. കുഞ്ഞനാപ്പിളെ കന്നിനെ വിടടോ. ഇങ്ങനെ വാർത്ത പറയുന്നതൊക്കെ വെള്ളം ചരിയില്ലേ?
പിടിവിടാൻ. ഇടണോ? വള്ളം മറിയേ കണ്ണിന്റെ പിടിവിട്. പറഞ്ഞ കേൾക്കത്തില്ലടോ. എന്തൊക്കെയാണ് കാണിക്കല്ലേ? പിടി വിടണോ കയറിയത്? ഞാൻ അപ്പോഴേ പറയുന്നത് കേക്ക്. കയറേന്ന് പിടിവിടെ. കന്നിനെ അങ്ങ് വിട്ടേരെ. അതിനെ വിട്ടേക്കാൻ അല്ലേ കായ് കൊടുത്ത് വാങ്ങിയ കണ്ണ കായ് ഞാൻ അധ്വാനിച്ചതുവാ. അതിനെ വിട്ടേക്കാൻ കർത്താവിനാണ് കണ്ണിനെ വിടുന്ന പ്രശ്നമില്ല. തെക്ക ഇരട്ടച്ചുഴിയാ. കന്നിനെ വിട്ടുള്ള പിടി കാണത്തില്ലേ? ഇയാള് കണ്ണുകേട് കാണിക്കല്ലേ? കയറി നിന്നോ. ഓ, അവനാദിയാ. അടക്കെ വാങ്ങിക്കോട്ടു അടയാളെ തങ്കച്ചൻ വന്നേച്ച് പോയാ 2 ദിവസത്തേക്ക് മുറുക്കാൻ വല്ലതും കാണും. നല്ല വടക്കം പോയിലേ കൊണ്ട് അവ വരത്തുള്ളൂ. എന്നാ പോകുമ്പോഴത്തേക്ക് 2-3 ഞെട്ടിട്ടേച്ച് പോവോ? വല്ലപ്പോഴും വന്നും കയറി മുറുക്കായിരുന്നു. അതെങ്ങനെയാ കാഞ്ഞ മുതലല്ലയോ? കണ്ണീരത്ത് വച്ചേക്കണ്ട എന്നവാ അല്ലേ? എവിടെ പോയി കിടക്കുവാ? കുളിക്കാനെന്നും പറഞ്ഞ് ഇറങ്ങിയേച്ച് നാഴിക 2-3 ആയല്ലോ. പെണ്ണമ്മോ, എടി പെണ്ണമ്മ, പിന്നെ എനിക്ക് പോയേച്ച് വേറെ പണിയുണ്ട്. ഇറയത്തെ കഥവും തുറന്നിട്ടേച്ച് കൂട്ടിരുന്നതാ. എടി പെണ്ണമ്മോ, എടി പെണ്ണമ്മ, എടി പെണ്ണമ്മോ, ഇങ്ങോട്ട് വരുന്നുണ്ടാ? എന്തോ ആണ്ട് വരുന്നേ. നീ കുളിച്ച് കഴിഞ്ഞില്ലയോടി? അല്ലേ നിന്റെ കെട്ടിയ മല പോയില്ലയോ? ആണ്ട് വരുന്ന അമ്മാമോ. ഈ വല്യമ്മയുടെ ഒരു കാര്യം. ദോണ്ട ആ വാരിക്കിരിപ്പുണ്ട് മലയിഞ്ചി കുഴമ്പ്. അതെടുത്ത് മുട്ടിനിച്ചിരി ഇട്ടോണ്ടാട്ട അമ്മാമ. അപ്പോഴത്തേക്ക് ഞാനങ്ങ് വരാവേ. പോയപ്പോ എവിടാടി? വടക്കേ വാരിക്കകത്ത്. വാ വാ ഹേയ് വാ 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 ഹേയ് വാ അതെ ചന്തേ പോവായിരുന്നു. അതിനിടയിൽ വള്ളം മുങ്ങിപ്പോയി. പുഴ നീന്തി വരുക.
ഓ തണുത്തിട്ട് കുളിരുന്നു. കാളന്മാരക്കും വിറയാ. ഓ എന്തൊരു കുളിരാ വെള്ളത്തിന്. അണ്ടേ അണ്ടേ അണ്ട നോക്കിയാട്ടെ. ഓഹോ, വീട്ടിൽ ആരും ഇല്ലയോ? അണ്ടേ ചോദിച്ചതിന് എന്തെങ്കിലും പറഞ്ഞാട്ടെ. ചേടാ ചോദിച്ച കേട്ടില്ലയോ? ഈ വീട്ടിൽ വേറെ ആരും ഇല്ലയോ? എന്തോയിനാ വേറെ വല്ലോരും? എന്തവാ വേണ്ടേ? അല്ല കാളന്മാർക്ക് ഇച്ചിരി വെള്ളം കൊടുക്കണേ. എനിക്കാന്നേ കുപ്പായവും തുണിയും ഉണക്കണം. ഇച്ചിരി അനന്ന വെള്ളവും വേണം. അയിനാന്നോ വേറെ വല്ലോരും തിരക്കേ? അതിപ്പോ ചന്തവും വെടിപ്പുള്ള പെമ്പിളമാരുള്ളടത്ത് കയറി കന്നിനെയും കെട്ടി തുണി ഉണക്കാൻ പറ്റൂ? ഏ അതല്ലയോ അവരുടെ ആമ്പർന്നവന്മാരുണ്ടോന്ന് ചോദിച്ചേ. ഇവിടുത്തെ ആള് മലയെ വേലയ്ക്ക് പോയേക്കുവാ. ദോണ്ട് അപ്പുറത്ത് ചരിവിനത്തെ കടവി മൂത്തേ ഇളയും 2 ആമ്പർന്നവര് മാത്രം താമസിക്കുന്നൊരു വീടുണ്ട്. അങ്ങോട്ട് ചെന്നോണ്ടാട്ടെ. ദോണ്ടേ ഇല്ല ചെരുവിലെ വീട്. അതെ മലയെ പണിക്ക് പോയ ആള് അന്നൊന്ന് വീട്ടിൽ വരത്തില്ല അല്ലയോ? അയ്യോ എന്താ വാടി ഏ? എന്താ വാടി പെട്ടമ്മോ? ഒന്നുമില്ലേ. പിന്നെ നീ കിടന്ന് വിളി വെച്ചയോ? അതെ അമ്മാമോ, അതെ വേലിക്കല് തുണി വിരിച്ചോണ്ട് നിന്നപ്പോഴ ഒരു പച്ചോന്ത്. പച്ചോന്ത്? ഞാനങ്ങ് പേടിച്ചു പോയി. ആടാ. ആ, ആടെ.